ഹായ് വെൽക്കം ബാക്ക് ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PR101 ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർച്ചൻഡൈസിങ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റോറിനെ എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും അതിനെ ഡിസൈൻ ചെയ്യേണ്ടത്, അതാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Store design and visual merchandising are critical element for retail success. The influence എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ കടനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആൾക്കാരിലേക്ക്. ഇപ്പം ഒരു ഷോപ്പ് എങ്ങനെയായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻറ്റീരിയർ തൊട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ് വിഷ്വലൈസ് ചെയ്യേണ്ടത് തൊട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറിനെ ഡിസൈൻ ചെയ്യുന്നു, വിഷ്വൽ മെർച്ചൻഡൈസിങ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റീറ്റെയിലിൻ്റെ സക്സസ്സിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിഷ്വൽ ഡിസൈനിങ് ആൻഡ് സ്റ്റോർ ഡിസൈനും വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. അതെന്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? കസ്റ്റമർ അട്രാക്ഷനും ഷോപ്പിംഗ് എക്സ്പീരിയൻസിനും പർച്ചേസ് ഡിസിഷൻസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വെൽ ഡിസൈൻ സ്റ്റോർ ക്രിയേറ്റ് പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ. നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, നന്നായിട്ട് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന, ഷോക്കേസ് ചെയ്തിരിക്കുന്ന കടകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവും. അതുപോലെ വിഷ്വൽ മെർച്ചൻഡൈസിങ് മേക്ക് പ്രൊഡക്റ്റ് മോർ അപ്പീലിംഗ്. സ്റ്റോർ അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ്ലി എഫക്റ്റ്. സ്റ്റോറിൻ്റെ അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ്ലി എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യും? ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്റ്റോർ, അതുപോലെ കസ്റ്റമറുടെ മൂഡിനെയും ബൈയിങ് ബിഹേവിയറിനെയും എന്ത് ചെയ്യും? അത് എഫക്റ്റ് ചെയ്യും. എനിക്ക് ഈ കൺസെപ്റ്റ് ഓഫ് റീറ്റെയിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, റീറ്റെയിൽ അറ്റ്മോസ്ഫിയർ റെഫേഴ്സ് ടു ദ ഓവറോൾ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെൻറ്റ് ഓഫ് എ സ്റ്റോർ. ഒരു സ്റ്റോറിൻ്റെ ഓവറോൾ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെൻറ്റിനെയാണ് റീറ്റെയിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് അപ്പിയറൻസ്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന അപ്പിയറൻസ് ആണ്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു ഇൻസൈഡ് എൻവയോൺമെൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് കസ്റ്റമർ പെർസെപ്ഷൻ, ബിൽഡ് സ്റ്റോർ ഇമേജ്. ഒരു ഇമേജിന് ആ സ്റ്റോറിനെ കുറിച്ചുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്യും. പർച്ചേസിങ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇനി എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ സ്റ്റോർ ആൻഡ് കസ്റ്റമർ. കസ്റ്റമറിനും ഒരു സ്റ്റോറും തമ്മിലുള്ള ഫസ്റ്റത്തെ കോൺടാക്ട് എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ. നമ്മൾ പുറത്തുനിന്ന് കടയിൽ കാണുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഇംപ്രഷനാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറിൻ്റെ എൻട്രൻസ്, അതുപോലെ സൈനേജ് അഥവാ നെയിം, ബോർഡ്, ബ്രാൻഡിങ്, അതിൻ്റെ നെയിം എങ്ങനെയായിരിക്കണം, ഏത് ഫോണിലായിരിക്കണം, ബ്രാൻഡ് എങ്ങനെയാണ്, ബോർഡ് എങ്ങനെയാണ്, അതുപോലെ വിൻഡോ ഡിസ്പ്ലേ, എക്സ്റ്റീരിയർ ലൈറ്റിംഗ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അട്രാക്ട് അറ്റൻഷൻ, ക്രിയേറ്റ് ക്യൂരിയോസിറ്റി, ഇൻവൈറ്റ് കസ്റ്റമേഴ്സ് ആയാലും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഷൂവിൻ്റെ ഒരു കട അല്ലെങ്കിൽ ഒരു ചപ്പലിൻ്റെ കട തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യും? നല്ല ഷോപ്പ് പീസുകൾ അതിന് എന്ത് ചെയ്യും? നമ്മൾ പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്യും, നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ട് അട്രാക്റ്റീവായിട്ട് നന്നായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് അത് കണ്ടിട്ട് ആൾക്കാർ ഉള്ളിൽ കയറുന്ന രീതിയിൽ അതിനെ ഷോക്കേസ് ചെയ്യും. എക്സാമ്പിൾ, വെൽ ലൈറ്റ് ഷോറൂം വിത്ത് അട്രാക്റ്റീവ് വിൻഡോ ഡിസ്പ്ലേ ഇൻക്രീസിങ് ഫുട്ഫോൾ. ഇനി ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ എഫക്റ്റ് കസ്റ്റമർ കംഫർട്ട് ആൻഡ് ബിഹേവിയർ ഇൻസൈഡ് ദ സ്റ്റോർ. ഇൻസൈഡ് സ്റ്റോറിൽ ഉണ്ടായിരിക്കുന്ന അവർക്കുള്ള കംഫർട്ടാണ്, കസ്റ്റമറിന് കിട്ടുന്നൊരു കംഫർട്ടാണ് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിലേക്ക്. എന്തൊക്കെയാണ്? സ്റ്റോർ ലേഔട്ട്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഐസൽ ആൻഡ് പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം കിഡ്സിൻ്റെ സെക്ഷനിൽ കിഡ്സിൻ്റെ ഫുഡ് വെയർസ് മാത്രം, അഡൽസിൻ്റെ ഒരു സൈഡിൽ, അല്ലെങ്കിൽ അതുപോലെ ജെൻസിൻ്റെ ഒരു സൈഡിൽ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ലൈറ്റ്നിങ് അതിനെ എൻഹാൻസ് ചെയ്യുന്ന വിസിബിലിറ്റി നൽകുന്നത്, മ്യൂസിക് നമുക്കവിടെ കുറച്ചുകൂടെ നമ്മൾ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നല്ല മ്യൂസിക്, നല്ല ആംബിയൻസ് നൽകുന്നത്, സെൻറ്റ്, ഡെക്കോർ, അതൊക്കെ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ ആണ്. അതിന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവിടെയൊക്കെ ഇപ്പം ചൂട് കാലത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ അവിടെ AC ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. കുറച്ചുകൂടെ നമുക്ക് നിന്നിട്ട് ടൈം എടുത്തിട്ട് പർച്ചേസ് ചെയ്യാനുള്ള നമുക്കൊരു താല്പര്യം തോന്നും. അപ്പം ഇതൊക്കെ നമ്മുടെ പർച്ചേസിങ് ബിഹേവിയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസ് ടൈം സ്പെൻഡ് ഇൻ സ്റ്റോർ, എൻകറേജ് ഇമ്പൾസ് ബൈയിങ്, എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? പ്രോപ്പർ പ്ലാനിങ് ഓഫ് എ സ്റ്റോർ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ടു എന്തൊക്കെയാണ്? ഡിഫറൻഷിയേറ്റ് സ്റ്റോർ ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ സ്റ്റോറിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പ്രോഫിറ്റബിലിറ്റി, സെയിൽസ് വർദ്ധിപ്പിച്ച് പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും. ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഡിസിഷൻ ഓഫ് സ്റ്റോർ ലൊക്കേഷൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. ചൂസിങ് ദ റൈറ്റ് ലൊക്കേഷൻസ് ക്രൂഷ്യൽ ഫോർ ദ റീറ്റെയിൽ സക്സസ്. റീറ്റെയിൽ സക്സസ് തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ സക്സസ് എന്നൊക്കെ ലഭിക്കുള്ളൂ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഏരിയ സൈസ്, നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമ്മൾ
സ്റ്റേഷനറി ഐറ്റംസ് വിൽക്കുന്ന ഒരു കട തുടങ്ങുകയാണ്. നമ്മളതൊരു സ്കൂളിൻ്റെ മുൻപിൽ, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. സ്കൂളിൻ്റെ മുമ്പിലോ കോളേജിൻ്റെ മുമ്പിലോ കൊണ്ടുവച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു എന്താണ് സ്റ്റേഷനറി ഐറ്റംസ് വിറ്റ് പോകുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ എന്താണ് മീൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രസ്സ് കടൻ്റെ അടുത്തോ അവിടെ എവിടെയും കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടുന്ന് ആരും അത് വാങ്ങാൻ പോകുന്നില്ല. ഇതിൻ്റെ കസ്റ്റമർ, നമ്മളെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്ന ആരാണ്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്റ്റേഷനറി ഐറ്റംസ് വേണ്ടത്. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് എപ്പോഴും എവിടെയായിരിക്കും? സ്കൂളുകളോ കോളേജുകളോ എവിടെയാണോ അങ്ങനത്തെ ഏരിയകളിലായിരിക്കും, ആ ലൊക്കേഷനായിരിക്കും ചൂസ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും നമ്മളെ സക്സസ് കറക്റ്റായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള നമുക്ക് സക്സസ് ലഭിക്കണമെന്ന് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള പ്ലേസ് ചൂസ് ചെയ്യണം. അപ്പം ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ലൊക്കേഷൻ വിത്ത് ട്രേഡിംഗ് ഏരിയ സൈസ്, അഥവാ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ള സ്ഥലത്ത്, നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമർ ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ആക്സസിബിലിറ്റി, ഈസി റീച്ചിങ് ദ സ്റ്റോറിലേക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. എന്നെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കണം, നമ്മൾ ടോപ്പ് ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് എത്താനും. ഞാൻ എക്സാമ്പിളിലൂടെ പറയുന്നത് സ്റ്റേഷനറിയാണ്. അപ്പോൾ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ഇൻ്റർവെല്ലിനൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കുട്ടികളാണെങ്കിൽ മുകളിൽ കയറുക എന്നുള്ളത് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുക്കൽ മറ്റേതും കടകൾ പോയാൽ കസ്റ്റമർ നമ്മൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അവർക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്യുക, നമ്മൾ കട ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ, അതുപോലെ പ്രസൻസ് ഓഫ് കോമ്പറ്റീറ്റർ നിയർ ബൈ, ട്രാഫിക് ഫ്ലോ, പെഡസ്ട്രിയൻസ് ആൻഡ് വെഹിക്കിൾസ് മൂവ്മെൻറ്റ്, വഴിയാത്രക്കാർക്കും വെഹിക്കിൾ മൂവ്മെൻറ്റും എന്താണ് ബുദ്ധിമുട്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്താണ് ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. കോസ്റ്റ്, റെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ എക്സ്പെൻസ്, നമ്മുടെ റെൻറ്റും നമ്മുടെ ഡെയിലി ഓപ്പറേഷണൽ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം ഈ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രോക്സിമേറ്റി ടു ടാർഗറ്റ് മാർക്കറ്റ്, നിയർനെസ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമർ. ഞാൻ പറഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ കിട്ടുന്ന രീതിയിൽ അവരെ അടുത്തായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ലൊക്കേഷൻസ്. ഐസൊലേറ്റഡ് സ്റ്റോറിന് ലൊക്കേറ്റഡ് ഇൻഡിപെൻഡൻറ്റ്, എക്സാമ്പിൾ സ്റ്റാൻഡ് അലോൺ ഷോറൂംസുകളൊരു ലൊക്കേറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് എന്താണ് ഐസൊലേറ്റഡ് സ്റ്റോറാണ്. എക്സാമ്പിൾ വരുന്നത് സ്റ്റാൻഡ് അലോൺ ഷോറൂമുകൾ. അൺപ്ലാൻഡ് ബിസിനസ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റ്സ് വിത്ത് നോ ഫോമൽ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു ട്രഡീഷണൽ മാർക്കറ്റ്സ്. പ്ലാൻഡ് ഷോപ്പിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ റീറ്റെയിൽ കോംപ്ലക്സ്, ലൈക്ക് നമുക്ക് ഒരു എന്താണ് ഒരു ബിൽഡിംഗ് മൊത്തം എന്താണ് റീറ്റെയിലേഴ്സിന് വേണ്ടിയായിട്ട് എടുക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അത് കടമുറികൾ നിറയെ റീറ്റെയിൽ ഷോപ്പുകൾ വരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് ഏരിയ എന്താണ് ചെയ്യണം. ഷോപ്പിംഗ് മോൾസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ്, ലാർജ് ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെൻറ്റേഴ്സ്. സ്പെഷ്യലൈസ്ഡ് ഷോപ്പിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ സ്പെസിഫിക് പ്രൊഡക്റ്റ്, ഇലക്ട്രോണിക് മാർക്കറ്റ്. ഒരു മാർക്കറ്റ് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ മൊത്തം എന്താണ് ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രം കിട്ടുന്ന കടകളായിരിക്കും. ഇനി റീറ്റെയിൽ സ്റ്റോർ പൊസിഷനിങ്. സ്റ്റോർ പൊസിഷനിങ് റെഫേഴ്സ് ടു ഹൗ സ്റ്റോർ ഈസ് പെർസീവ്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കസ്റ്റമർ. എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ അത് പെർസീവ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള കീ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിൻ്റെ ലേഔട്ട്, പ്രൊഡക്റ്റ് അസോർട്ട്മെൻറ്റ്, പ്രൈസിങ്, കസ്റ്റമർ സർവീസ്, സ്റ്റോർ ആംബിയൻസ് ഒക്കെയാണ് ഇതിന് എന്താണ് അതിൽ പെട്ട കാര്യങ്ങൾ. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അട്രാക്ട് ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം, യൂണിക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഇതിനെ കൊണ്ട് സ്റ്റോർ പൊസിഷനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോർ സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സ്റ്റോറിൻ്റെ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എഫക്റ്റീവ് സ്പേസ് മാനേജ്മെൻറ്റ് എൻഷുർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോർ ഏരിയ നമുക്ക് കിട്ടിയ കടേനെ നമ്മൾ എങ്ങനെയാണ് ആ സ്റ്റോർ ഏരിയ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് മാക്സിമം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻക്രീസ് സെയിൽ പെർ സ്ക്വയർ ഫൂട്ട്, ഇംപ്രൂവ് കസ്റ്റമർ മൂവ്മെൻറ്റ്, അന്ന് ആൾക്കാർക്ക് നടക്കാനും ആക്കാനൊക്കെ സാധനങ്ങളെടുത്ത് നോക്കാനൊക്കെ പറ്റുന്ന ടൈപ്പിലായിരിക്കും നമ്മൾ സാധനങ്ങൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്, സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. എൻഹാൻസ് പ്രൊഡക്റ്റ് വിസിബിലിറ്റി. ഇതിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകും, റെഡ്യൂസ് കൺജസ്റ്റൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുട്ടിയുരുമ്മി ബുദ്ധിമുട്ടുന്ന നിലയിലൊന്നും ഇല്ലാതിരിക്കണം, ഹയർ എഫിഷ്യൻസി ആയിരിക്കണം. ഇനി റീറ്റെയിൽ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പെർഫോമൻസ് ഈസ് ഇവാലുവേറ്റഡ് യൂസിങ് വാരിയസ് മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റീറ്റെയിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാണ്. സെയിൽ പെർ സ്ക്വയർ ഫൂട്ട്, എഫിഷ്യൻസി ഓഫ് സ്പേസസ് യൂസേജ്, പ്രോഫിറ്റ് പെർ സ്ക്വയർ ഫൂട്ട്, പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണ്. ഇതിലൂടെ കസ്റ്റമർ ഡ്വെൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം സ്പെൻഡ് ഇൻ സ്റ്റോർ, എത്രത്തോളം ടൈമാണ് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോൺവേർഷൻ റേറ്റ്, വിസിറ്റർ ടു ബയർ റേഷ്യോ, കൺവേർഷൻ റേറ്റ്, വിസിറ്റർ ടു ബയേഴ്സ് റേഷ്യോ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഓവറോൾ എക്സ്പീരിയൻസ്. പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റോർ ലേഔട്ട് നോക്കാം.
ഗ്രിഡ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അയൽ ഇൻ പാരൽ റോസ് കോമൺ ഇൻ സൂപ്പർ മാർക്കറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്താണ് ലേഔട്ടാണ്, എങ്ങനെയാണ് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളത്. അഡ്വാൻറ്റേജ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്പേസ്, നമുക്ക് കറക്റ്റായിട്ട് ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഈസി നാവിഗേഷൻ, നമുക്ക് നമ്മുടെ ട്രോളിയൊക്കെ ഉന്തിക്കൊണ്ട് പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന നിലയിലായിരിക്കും അതിന് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഫ്രീ ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞാൽ നോ ഫിക്സ്ഡ് പാറ്റേൺ ഉണ്ടാവില്ല. എൻകറേജ് ബ്രൗസിങ്. അഡ്വാൻറ്റേജ് അട്രാക്റ്റീവ് ഡിസ്പ്ലേ ആയിരിക്കും, ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിരിക്കും. ലൂപ്പ് അഥവാ റേസ് ട്രാക്ക് ലേഔട്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്ത് ഗൈഡിങ് കസ്റ്റമർ. അഡ്വാൻറ്റേജ് മാക്സിമം പ്രൊഡക്റ്റ് എക്സ്പോഷർ, ഇൻക്രീസ് ഇമ്പൾസ് ബൈയിങ്. നെക്സ്റ്റ്, വിഷ്വൽ മെർച്ചൻഡൈസിങ് ഇൻ ഇന്ത്യ. Visual merchandising in India refers to presentation of product in a way that attract customer and increasing sales. ഇന്ത്യയിൽ ഉള്ള വിഷ്വൽ മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മാക്സിമം പ്രസൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അതോടെ കസ്റ്റമറെ അട്രാക്ട് ചെയ്തിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് അട്രാക്ട് കസ്റ്റമർ, ഹൈലൈറ്റ് പ്രൊഡക്റ്റ്, ക്രിയേറ്റ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ, മാനിക്യൂൻസ്, അതുപോലെ പ്രോപ്പർ ആൻഡ് ഡെക്കറേഷൻസ്, പ്രോപ്സ് ആൻഡ് ഡെക്കറേഷൻസ്, സൈനേജ്, ലൈറ്റ്നിങ് എഫക്റ്റ്, ഇതൊക്കെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുക, കറക്റ്റായിട്ടുള്ള പേര്, ഫോണ്ട്, നല്ല രീതിയിലുള്ള സൈൻ ബോർഡ്, നമ്മുടെ കടൻ്റെ പേര്, അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ, കളറിങ് എല്ലാം, ലൈറ്റ്നിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇനി കോമ്പണൻസ് ഓഫ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ കീ എലമെൻറ്റ്സ് യൂസ്ഡ് ഇൻ വിഷ്വൽ മെർച്ചൻഡൈസ് എന്തൊക്കെയാണ്? വോൾ ഡിസ്പ്ലേസ്, വെർട്ടിക്കൽ പ്രസൻറ്റേഷൻ ആയിരിക്കും, ഫ്ലോർ ഫിക്സ്ചർ, ഷെൽഫ്സ്, റാക്സ്, ഡിസ്പ്ലേ പ്രൊഡക്ട്സ്, ഹൈലൈറ്റിംഗ് ഐറ്റംസ്, എന്തൊക്കെ കോമ്പണൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ട്. വോൾ ഡിസ്പ്ലേസ് ഉണ്ടാവും, ഫ്ലോർ ഫിക്സ്ചർ ഉണ്ടാവും, ഷെൽഫ്സ്, റാക്സ് ഉണ്ടാവും, ഡിസ്പ്ലേ പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ട്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നു. സൈൻ ബോർഡ്സ്, ഇൻഫർമേഷന്, പ്രൊമോഷൻസിന്, ലൈറ്റിംഗ്, ഫോക്കസ് ഓൺ പ്രൊഡക്റ്റ്, പ്രോപ്പ് ആൻഡ് മാനിക്യൂർസ്, എൻഹാൻസ് വിഷ്വൽ അപ്പീൽ. Atmospherics in internal retailing. Online retail also use virtual atmosphere influence customer. Online നമ്മൾ റീറ്റെയിലും എന്ത് ചെയ്യുന്നുണ്ട്? വിഷ്വൽ അറ്റ്മോസ്ഫിയർ യൂസ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ വെബ്സൈറ്റിൻ്റെ ലേഔട്ട്, നല്ല രീതിയിലുള്ളൊരു വെബ്സൈറ്റ്, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽസ്, യൂസർ ഇൻ്റർഫേസ്, അതുപോലെ നാവിഗേഷൻ ഈസ്, സൗണ്ട് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഫീച്ചേഴ്സ്. നമ്മൾ ഓരോ വെബ്സൈറ്റിൽ കയറിയ പലതരത്തിലുള്ള വെബ്സൈറ്റ്സ് നമുക്ക് ഓരോ ഡിസൈൻ കാണാം. അത് മാക്സിമം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ വെബ്സൈറ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യുക, ഓൺലൈൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, ബിൽഡ് ബ്രാൻഡ് ഇമേജ് എന്നുള്ളതാണ്. നെക്സ്റ്റ് യൂണിറ്റ് 6 റീറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോർ മാനേജ്മെൻറ്റ്. റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിൽ ബിസിനസ്. റീറ്റെയിൽ ബിസിനസ്സിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെയാണ് റീറ്റെയിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എൻഷുർ സ്മൂത്ത് ഓപ്പറേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അത് എന്താണ് ഉറപ്പുവരുന്നത്? സ്മൂത്ത് ഓപ്പറേഷൻസ്, പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്താണ്. അത് കവർ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, സ്റ്റോർ പെർഫോമൻസ് ഇവാലുവേഷൻ, ബഡ്ജറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി യൂസ് ഓഫ് റിസോഴ്സസ്, അത് ഉറപ്പുവരുത്താണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്. സ്റ്റോർ പ്രോഫിറ്റബിലിറ്റി പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും. റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റീറ്റെയിലിങ്ങിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റോൾ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിൻ പ്രോഫിറ്റബിൾ ആൻഡ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും പ്രോഫിറ്റബിളി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതിൽ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ബഡ്ജറ്റ് പ്ലാനിങ്, എസ്റ്റിമേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്, എത്രത്തോളം ഇൻകം വരുത്തണം, എത്രത്തോളം എക്സ്പെൻസും എടുക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്ന റിസോഴ്സ് അലോക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്സ്, ഓരോ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫോർകാസ്റ്റിംഗ്, നേരത്തെ നമ്മൾ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതുപോലെ പെർഫോമൻസ് അനലൈസ്, നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ റിസൾട്ട്സും. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ കോസ്റ്റ്, മാക്സിമൈസ് പ്രോഫിറ്റ്സ്, ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ്, എൻഷുർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. കീ ഇഷ്യൂസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? ബഡ്ജറ്റ് പ്ലാനിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ അഡ്വാൻസ് ഇൻക്ലൂഡ്സ് സെയിൽസ് എസ്റ്റിമേഷൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ, പ്രോഫിറ്റ് ടാർഗറ്റിംഗ്. ഇപ്പം നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യുന്നതിൽ വരുന്നതാണ് സെയിൽസ് എസ്റ്റിമേറ്റ്, എത്രത്തോളം സെയിൽസ് ഉണ്ടാകും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യണം. കോസ്റ്റ് എസ്റ്റിമേഷൻ, എത്രത്തോളം കോസ്റ്റ് ഉള്ളത് എന്നുള്ളൊരു എൻ്റെ എസ്റ്റിമേഷൻ എടുക്കണം. പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ഓവർ സ്പെൻഡ്. നമ്മൾ ഒരു കണക്കായി നമ്മൾ ഇത്ര കോസ്റ്റ് നമ്മൾ എടുക്കുന്നുള്ളൂ എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവർ സ്പെൻഡിങ് ഒഴിവാക്കാം. അതുപോലെ എൻഷുർ എഫിഷ്യൻറ്റ് ഫണ്ട് യൂട്ടിലൈസേഷൻ, കറക്റ്റായിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസേഷന് ഇത് ഹെൽപ്പ് ചെയ്യും.
Retail business as a profit center. A retail store must function as a profit generating unit. എന്ത് ചെയ്യണം? റീറ്റെയിൽ സ്റ്റോർ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം. ആൻഡ് ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്? റവന്യൂ ജനറേഷൻ, കോസ്റ്റ് കൺട്രോൾ, എഫിഷ്യൻ ഓപ്പറേഷൻസും. ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ എന്നാണ് അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ഓൺ ബിസിനസ് നീഡ്സ്. ബിസിനസ് നീഡ്സിനനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ടൈപ്പ് ഓഫ് കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെൻറ്റ്, സാലറീസ് ഫിക്സ്ഡ് ആണ്, എല്ലാ മാസവും ഒരേ ടൈപ്പ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി, യൂട്ടിലിറ്റീസ്, അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്ട്രാറ്റജി ബേസ്ഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്, അലൈൻ വിത്ത് ബിസിനസ് കോൾസ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻഷുർ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രോത്ത്. മോഡറേറ്റിംഗ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് യൂസ് ഫിനാൻഷ്യൽ റേഷ്യോസ് ടു മോണിറ്റർ പെർഫോമൻസ് എന്താണ് കണ്ടെത്തുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ റേഷ്യോസ് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നത്. അതാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര പ്രോഫിറ്റ് നേടിയെന്നുള്ളത് കണക്കാക്കുന്നത്. IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റർ. GMROI, ഗ്രോസ് മാർജിൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻറ്ററി പ്രോഫിറ്റബിലിറ്റി. പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് മെഷേഴ്സ് എന്തൊക്കെയാണ്? പേ ബാക്ക് പീരീഡ്, ടൈം റിക്വയർഡ് ടു റിക്കവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രത്തോളം ഉള്ളതെന്ന് കണക്കാക്കുന്നത്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ BCR എന്ന് പറഞ്ഞാൽ കമ്പയർ ബെനിഫിറ്റ്സ് വിത്ത് കോസ്റ്റ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ IRR എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് NPV ഈസ് ഈക്വൽ ടു 0. GMROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് പ്രോഫിറ്റ് ഫ്രം ഇൻവെൻറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റെഫർ സിസ്റ്റം ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോമൻസ്. നമ്മൾ ഇവാലുവേറ്റ് ആണ്, സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ഉണ്ട്, ഓപ്പറേഷൻ ഓഡിറ്റ് ഉണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട്സ് എറർ ആൻഡ് ഫ്രോഡും എറേഴ്സും ഡിറ്റക്ട് ചെയ്യുക, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, എൻഷുർ കംപ്ലൈൻസ്. ടാക്സ് പെർഫോംഡ് ഇൻ റീറ്റെയിൽ ഫേംസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, പ്ലാനിങ് ലോങ് ടേം ഗോൾസ്. അതുപോലെ സ്റ്റോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഡെയിലി ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. കസ്റ്റമറെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻ നടത്തുക, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, സ്പേസ് മാനേജ്മെൻറ്റ്, എഫക്റ്റീവ് സ്റ്റോർ ലേഔട്ട്, അതുപോലെ പെർഫോമൻസ് ഇവാലുവേഷൻ, മെഷർ സ്റ്റോർ സക്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു റീറ്റെയിൽ ഫേമിൽ നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റ്, അതായത് CRM ഫോക്കസ് ഓൺ ബിൽഡിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമറായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് CRM ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ലോയാലിറ്റി ഉറപ്പുവരുത്തണം, അവർ റിപ്പീറ്റ് പർച്ചേസ്, റിപ്പീറ്റ് സെയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് റിട്ടൻഷൻ, എൻഹാൻസ് സാറ്റിസ്ഫാക്ഷൻസ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് കസ്റ്റമർ ജനറേഷൻ, മോർ റവന്യൂ. റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും, ബ്രാൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും, മാർക്കറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. Establishment of layout programs. Layout programs are designed to encourage a repeat purchase. അപ്പം റിപ്പീറ്റ് പർച്ചേസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിൻറ്റ്സ്, നമ്മൾ കസ്റ്റമേഴ്സിന് റിവാർഡ് പോയിൻറ്റ്സ് കൊടുക്കാം, മെമ്പർഷിപ്പ് ഡിസ്കൗണ്ട്സ് കൊടുക്കുക, ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും? വീണ്ടും ആ കസ്റ്റമേഴ്സിന് വീണ്ടും വരാനും അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും വീണ്ടും വരാനും അവരെ റിപ്പീറ്റ് പർച്ചേസ് വരുത്താനും അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ലോയാലിറ്റി പ്രോഗ്രാം. അതിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഇൻക്രീസ് കസ്റ്റമർ റിട്ടൻഷൻ, എൻഹാൻസ് ബ്രാൻഡ് ലോയാലിറ്റി. മെഷറിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് റീറ്റെയിൽ സ്റ്റോർ. റീറ്റെയിൽ പ്രോഫിറ്റബിലിറ്റി ഈസ് മെഷേർഡ് യൂസിങ് കീ ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെയാണ്? ഫുട്ഫോൾ, നമ്പർ ഓഫ് കസ്റ്റമർ വിസിറ്റിംഗ് ദ സ്റ്റോർ. എങ്ങനെയൊക്കെയാണ് ഒരു റീറ്റെയിൽ സ്റ്റോറിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നുള്ളതാണ്. ഫുട്ഫോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കസ്റ്റമർ വിസിറ്റിംഗ് സ്റ്റോർ, എത്രത്തോളം കസ്റ്റമേഴ്സാണ് നമ്മുടെ സ്റ്റോറിൽ, എത്രത്തോളം കസ്റ്റമേഴ്സാണ് നമ്മുടെ സ്റ്റോറിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് വിസിറ്റേഴ്സ് മേക്കിംഗ് പർച്ചേസ്. ആവറേജ് ബിൽ സൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് എമൗണ്ട്സ് സ്പെൻഡ് പെർ കസ്റ്റമർ. പ്രോഫിറ്റബിലിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. മോണിറ്ററിംഗ് പെർഫോമൻസ് ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ. റീറ്റെയിൽ പെർഫോമൻസ് മസ്റ്റ് ബി റെഗുലർലി മോണിറ്റർ. നമ്മുടെ റീറ്റെയിൽ പെർഫോമൻസ് റെഗുലറായി നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിൽ വരുന്ന കീ മെട്രിക്സ് എന്തൊക്കെയാണ്? സെയിൽസ് പെർഫോമൻസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻവെന്ററി ടേൺ ഓവർ, ഓപ്പറേഷൻ എഫിഷ്യൻസി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ് ഓവറോൾ എഫിഷ്യൻസി. കീ ടേംസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? ഇതിൽ വരുന്ന ചില ടേംസുകളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI, നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ജനറേഷൻ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. NPV എന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റ് വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, IRR,
rate at which NPV is equal to 0, payback period, time required to recover investment, good and bad cost. Good cost എന്ന് പറഞ്ഞാൽ value adding, bad cost എന്ന് പറഞ്ഞാൽ wasteful expenses. Next, unit 7, legal, environment and security issues. Impact of economic liberalization on retail industry. Economic liberalization in India began 1991, bringing major changes to retail sector. Economic liberalization ഇന്ത്യയിൽ വന്നിരിക്കുന്ന 1991 അതെന്തുകൊണ്ട് വന്നിട്ടുണ്ട്? മേജറായിട്ടുള്ള മാറ്റങ്ങൾ റീറ്റെയിൽ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഓപ്പണിംഗ് ഓഫ് ദ എക്കോണമി ടു ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള തുടക്കം, ഇൻക്രീസിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിച്ചു, എൻട്രി ടു ഇൻ്റർനാഷണൽ ബ്രാൻഡ്, ഐക്യ, വാൾമാർട്ട് പോലത്തുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ വന്നു തുടങ്ങി, ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് റീറ്റെയിൽ ചെയിൻസ്, അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് സപ്ലൈ ചെയിൻ സിസ്റ്റം. Overall impact, transformation from unorganized to organized retail. Overall impact വന്നിരിക്കുന്നത് unorganized to organized റീറ്റെയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നു, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ. എക്സിസ്റ്റിംഗ് ലീഗൽ ഇഷ്യൂ ഇൻ റീറ്റെയിൽ മേഖലകളിൽ വന്നിരിക്കുന്ന റീറ്റെയിൽ ഫേസസ് സെവറൽ ലീഗൽ ചലഞ്ചസ്. ഒരുപാട് ലീഗൽ ചലഞ്ചസ് റീറ്റെയിൽ മേഖലകൾ നേരിടുന്ന എന്തൊക്കെയാണെന്നാണ്. റിയൽ എസ്റ്റേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യൂണിഫോം ലോസ് ഫോർ അക്രോസ് റീജിയൻ. ഓരോ സ്ഥലത്തും എല്ലായിടത്തും ഒരുപോലെയുള്ളൊരു നിയമമില്ല. പ്രോബ്ലം റിലേറ്റഡ് ടു ലാൻഡ് ഓണർഷിപ്പ്, സോണിങ് റെഗുലേഷൻസ്, ഹൈ റെൻ്റൽ കോസ്റ്റ്, ഇതിനൊക്കെ ഒരേ രീതിയിലുള്ള ഒരു യൂണിഫോം ലോ ഓരോ സ്ഥലത്തും എല്ലാ റീജിയനിലും ഇല്ല. അത് തന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ലീഗൽ ഇഷ്യൂ ആണ് റീറ്റെയിലേഴ്സ് ഫേസ് ചെയ്യുന്ന. വർക്ക് ഫോഴ്സ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഓൺ വർക്കിംഗ് അവേഴ്സ്, എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ, അതിലുള്ള വർക്കിംഗ് അവേഴ്സിലും എംപ്ലോയ്മെൻറ്റ് കണ്ടീഷനിലുള്ള റെസ്ട്രിക്ഷൻസ്, കംപ്ലയിൻസ് വിത്ത് ലേബർ ലോസ് ഇൻ മാൻഡറ്ററി. അതുപോലെ ലൈസൻസ് ആൻഡ് ക്ലിയറൻസ്. റീറ്റെയിലേഴ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ മൾട്ടിപ്പിൾ ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, ഹെൽത്ത് ലൈസൻസ്, ഫയർ സേഫ്റ്റി ക്ലിയറൻസ്. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യണം? ഇത്രയും ലൈസൻസുകൾ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ? ട്രേഡ് ലൈസൻസും ഹെൽത്ത് ലൈസൻസും ഫയർ സേഫ്റ്റി ക്ലിയറൻസും ഇവരുടെ കയ്യിലുണ്ടാകും. എന്നാൽ മാത്രമേ റീറ്റെയിലറിന് ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇമ്പാക്റ്റ്, ഇൻക്രീസ് കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ്, റെഡ്യൂസ് ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി. ഇതിന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയും കോസ്റ്റും വർദ്ധിപ്പിച്ചു, കൂടി ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു. റീറ്റെയിൽ ഇൻഡസ്ട്രി ലീഗൽ ആക്ട്. റീറ്റെയിൽ ഓപ്പറേഷൻസ് ആർ ഗവേൺഡ് ബൈ സെവറൽ ലോസ് ടു എൻഷുർ ഫെയർ പ്രാക്ടീസ് ആൻഡ് കസ്റ്റമർ പ്രൊട്ടക്ഷൻ. അപ്പം അതിനകത്ത് വരുന്ന മേജർ ആക്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, റെഗുലർ വർക്കിംഗ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമറിൻ്റെ റൈറ്റ്സിന് വേണ്ടിയുള്ള കൺസ്യൂമർ പ്രൊട്ടക്റ്റ് ആക്ട്, ഫുഡ് അഡൾട്രേഷൻ ആക്ട്, എൻഷുർ ഫുഡ് സേഫ്റ്റി. ഇതൊക്കെയാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി ലീഗൽ ആക്ടിൽ വരുന്നിരിക്കുന്ന മേജർ ആക്ട്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഫെയർ പ്രാക്ടീസിനും വേണ്ടിയിട്ടുള്ള മേജർ ആക്ടുകളാണ് ജസ്റ്റ് പറഞ്ഞു പോകാം. വെയ്റ്റ് ആൻഡ് മെഷർ ആക്ട്, സ്റ്റാൻഡേർഡൈസ് മെഷർമെൻറ്റ്, ഫാക്ടറീസ് ആക്ട്, വർക്ക് സേഫ്റ്റി ആൻഡ് കണ്ടീഷൻസ്, പ്രൊഫഷണൽ ടാക്സ് ആക്ട്, ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ്, ലേബർ ലോസ്, എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്, എംപ്ലോയി സെയിൽസ് ഇൻഷുറൻസ്, ESI ആക്ട്, ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഇൻകം ടാക്സ് ആക്ട്, ടാക്സേഷൻ റൂൾസ്, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യൂണിഫൈഡ് ടാക്സ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഗുഡ്സ്. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? സെയിൽസ് ഉണ്ട്, ലീസ് ഉണ്ട്, മോർട്ടേജ് ഉണ്ട്. നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്? വിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ ലീസിന് നൽകാം, അല്ലെങ്കിൽ മോർട്ടേജിന് നൽകാം. പ്രോപ്പർട്ടി ഗുഡ്സിൻ്റെ മുകളിൽ വരുന്ന ലീഗൽ ആസ്പെക്ട്സ് ആണ് ഇവിടെ പറയുന്നത്. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ വരുന്നത് ഒന്നെങ്കിൽ സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ലീസ് ആയിരിക്കും, മോർട്ടേജ് ആയിരിക്കും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST വരുന്നത് യൂണിഫോം ടാക്സ് സിസ്റ്റം അക്രോസ് ഇന്ത്യ, എല്ലായിടത്തും ഒരേപോലത്തുള്ള ടാക്സ് തന്നെയാണ്. റിപ്ലേസ്ഡ് മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സസ്. ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ട്രേഡ് മാർക്സ് ഉണ്ട്, കോപ്പി റൈറ്റ്സ് ഉണ്ട്, പ്രൊട്ടക്ട് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ട്രേഡ് പ്രാക്ടീസസിന് അതിന് വരുന്ന ട്രേഡ് മാർക്കും കോപ്പി റൈറ്റ്സും ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ബ്രാൻഡ് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഹാവ് റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു റീഅഡ്രസൽ. ഇത്ര റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ റൈറ്റ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഫുഡ്സ് ആൻഡ് കമ്മോഡിറ്റി റെഗുലേഷൻസിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, പ്രിസർവേഷൻ ഓഫ് അഡൾട്രേഷൻ.
ഗുഡ്സിന് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, പ്രിവെൻഷൻ ഓഫ് അൾട്രേഷൻ കാര്യങ്ങൾ ഫുഡ്സ് ആൻഡ് കമ്മോഡിറ്റി റെഗുലേഷൻസിൽ വരുന്നുണ്ട്. സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻ റീറ്റെയിൽ, സെക്യൂരിറ്റി എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് തെഫ്റ്റ്, ഫ്രോഡ്, ഡാമേജ് ടു ഗുഡ്സും. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സിൽ വരുന്ന CCTV ക്യാമറാസ്, സെക്യൂരിറ്റി ഗാർഡ്സ്, ഇലക്ട്രോണിക് സർവീലൻസ് സിസ്റ്റം, അലാം സിസ്റ്റം, ആക്സസ് കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഫോക്കസ് ഓൺ ഔട്ട്സൈഡ് ആൻഡ് എൻട്രി പോയിന്റ് ഓഫ് ദ സ്റ്റോർ. എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൻ്റെ പുറത്തും എൻട്രി പോയിൻറ്റ്സിലുള്ള സെക്യൂരിറ്റീസ് ആണ് വരുന്നത്. മോണിറ്ററിങ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ്, കസ്റ്റമർ സ്ക്രീനിങ്, പാക്കിംഗ് ആൻഡ് സർവീലൻസ്. ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സെക്യൂരിറ്റി ഫോക്കസ് ആണ് ഇൻസൈഡ് സ്റ്റോർ ഓപ്പറേഷൻസ്. അതിൽ വരുന്നത് എംപ്ലോയി മോണിറ്ററിങ്, ഇൻവെന്ററി കൺട്രോൾ, പ്രിവെൻഷൻ ഓഫ് ഇന്റേണൽ തെഫ്റ്റ്. കീ സെക്യൂരിറ്റി ടെക്നോളജി എന്തൊക്കെയാണ്? മോഡേൺ റീറ്റെയിൽ യൂസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജീസ്, ബാർ കോഡിംഗ്, ട്രാക്ക് പ്രൊഡക്റ്റ് ആൻഡ് ഇൻവെൻറ്റ്. നമ്മൾ സെക്യൂരിറ്റി ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ കടയിൽ ശ്രദ്ധിച്ചാൽ കാണാം. ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ബില്ലിൽ നിന്ന് കാണാം. ഇലക്ട്രിക് സർവീലൻസ്, അവിടെ CCTV ക്യാമറകൾ ഷോപ്പിൽ കാണാം. ഇലക്ട്രിക് ഷെൽഫ് ലേബിൾസ് ഉണ്ടാകും. ഡിസ്പ്ലേ പ്രൈസ് ആൻഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഡിജിറ്റലി. സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാകും, അലാറംസ് ആൻഡ് സെൻസേഴ്സ് ഫോർ തെഫ്റ്റ് ഡിറ്റക്ഷൻ. അതുപോലെ ക്ലോസ് സർക്യൂട്ട് ടെലിവിഷൻ, CCTV, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് സ്റ്റോർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ടെക്നോളജി പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ മോഡേൺ റീറ്റെയിലിംഗ് ബൈ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി, ആക്യുറസി ആൻഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. കസ്റ്റമർ എക്സ്പീരിയൻസ് എന്താണ് എഫിഷ്യൻസി, ആക്യുറൻസി, അതുപോലെ കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മോഡേൺ റീറ്റെയിലിംഗിൽ ടെക്നോളജി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോൾ ഓഫ് ടെക്നോളജി: ഓട്ടോമേറ്റ് റൂട്ടീൻ ഓപ്പറേഷൻസ്, ഇംപ്രൂവ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, എൻഹാൻസ് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് സിസ്റ്റം, സ്ട്രെങ്തൻ കസ്റ്റമർ എൻഗേജ്മെൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എനേബിൾ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഡാറ്റ ഡ്രിവൻ സ്ട്രാറ്റജീസ്. നീഡ് ഫോർ ടെക്നോളജി ഇൻ റീറ്റെയിൽ ടെക്നോളജി കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഫാസ്റ്റ് ബില്ലിംഗ് ആൻഡ് ഇൻവെൻറ്ററി ട്രാക്കിങ്. ടെക്നോളജി വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ബില്ല് ചെയ്യാം, ഇൻവെൻറ്ററി ട്രാക്കിംഗ് ചെയ്യാം. ആക്യുറസി, റെഡ്യൂസ് ഹ്യൂമൻ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാം ടെക്നോളജി വന്നതുകൊണ്ട് തന്നെ. അതുപോലെ റിയൽ ടൈം ഡാറ്റ ഹെൽപ്സ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, കസ്റ്റമർ എക്സ്പീരിയൻസ്, പേഴ്സണലൈസ്ഡ് സർവീസസ് ആൻഡ് കൺവീനിയൻസ്, ഓട്ടോമേഷൻ, റെഡ്യൂസ് മാനുവൽ വർക്ക്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിലിൽ എങ്ങനെയൊക്കെയാണ് ടെക്നോളജി അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. മെർച്ചൻഡൈസ് ആൻഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ ടെക്നോളജി ഹെൽപ്സ് മാനേജിങ് സ്റ്റോക്ക് എഫക്റ്റീവ്ലി. ഏതൊക്കെ ടൂളുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ, ട്രാക്സ് പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി. ബാർകോഡ് സിസ്റ്റം ഐഡൻറ്റിഫൈസ് പ്രൊഡക്റ്റ് ക്വിക്കലി. ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ഇൻറ്റിഗ്രേറ്റ്സ് ഓൾ ബിസിനസ് ഫംഗ്ഷൻ. ഇത്രയും ടൂൾസുകളാണ് മെർച്ചൻഡൈസ് ആൻഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോർ മാനേജ്മെൻറ്റ് ഇംപ്രൂവ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് POS, പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റം, യൂസ്ഡ് ഫോർ ബില്ലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ. CRM, സ്റ്റോർ കസ്റ്റമർ ഡാറ്റ ആൻഡ് പ്രിഫറൻസസ്. ഇലക്ട്രോണിക്സ് ഷെൽഫ് ലേബിൾ, ഡിസ്പ്ലേ പ്രൊഡക്റ്റ് പ്രൈസ് ഡിജിറ്റലി. നെക്സ്റ്റ് കസ്റ്റമർ എൻഗേജ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എൻഹാൻസ് ഇൻറ്ററാക്ഷൻ വിത്ത് കസ്റ്റമറായിട്ടുള്ള ഇൻറ്ററാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ്, മൊബൈൽ ആപ്സ്, M-commerce, ഇൻറ്ററാക്റ്റീവ് കിയോസ്ക്സ്, അതുപോലെ ഡിജിറ്റൽ സൈനേജും. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടെക്നോളജി സെലക്ഷൻ. നമ്മൾ ടെക്നോളജി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു റീറ്റെയിലർ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ബിഫോർ അഡോപ്റ്റിംഗ് ടെക്നോളജി. എന്തൊക്കെയാണ്? ബിസിനസ് സൈസ്. ലാർജ് ബിസിനസ് നീഡ് അഡ്വാൻസ് സിസ്റ്റം. നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസ് എത്രയാണ്? ചെറിയ കടയാണോ, വലിയ കടയാണോ, വലുതായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ കുറച്ചുകൂടെ കൂടുതൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആവശ്യമാണ്. ബഡ്ജറ്റ് നമ്മൾ അത്രത്തോളം കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷനും മെയിൻ്റെനൻസിനും നല്ലൊരു പണം ആവശ്യമാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് കണക്കാക്കുക. കമ്പാറ്റബിലിറ്റി ഷുഡ് മാച്ച് എക്സിസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ ഉറപ്പുവരുത്തുക. എബിലിറ്റി ടു ഗ്രോ വിത്ത് ദ ബിസിനസ്സായിട്ട് ഇത് ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ള സ്കെയിലബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, പ്രൊട്ടക്ഷൻ ഓഫ് കസ്റ്റമർ ആൻഡ് ബിസിനസ് ഡേറ്റ.
ഈസി ടു യൂസ്, യൂസർ ഫ്രണ്ട്ലി സിസ്റ്റം, റെഡ്യൂസ് ട്രെയിനിങ് ടൈമൊന്നും ആവശ്യമില്ലാതെ തന്നെ ആർക്കും അത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ആയിരിക്കണം. വെണ്ടർ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് മെയിൻ്റെനൻസ് സർവീസസ്. കറണ്ട് ടെക്നോളജിക്കൽ ട്രെൻഡ്സ് ഇൻ റീറ്റെയിൽ ടെക്നോളജി ഈസ് ഇവോൾവിംഗ് റാപ്പിഡ്ലി. ഇപ്പം നമ്മൾക്ക് കണ്ടുവരുന്ന ചില ടെക്നോളജികൾ എന്തൊക്കെയാണ്? മേജർ ട്രെൻഡ്സ് വരുന്ന RFID ആൻഡ് ബാർകോഡ് സ്കാനിങ്ങും, effective inventory tracking, e-commerce growth, online shopping platforms, mobile commerce അഥവാ m-commerce, shopping through smartphones, artificial intelligence, AI, personalized recommendations, internet of things, IoT, smart device and automation, data analysis, customer behavior analysis, contactless payment, UPI cards, digital wallets. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന കറൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന റീറ്റെയിൽ ടെക്നോളജി ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രിക്വേഷൻസ് വെൻ ഹാൻഡ്ലിംഗ് ടെക്നോളജി. നമ്മൾ ടെക്നോളജി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ടെക്നോളജി എസെൻഷ്യൽ അവോയ്ഡ് റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പറായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആവശ്യമാണ്. അതിൽ വരുന്നത് സ്റ്റാഫ് ട്രെയിനിങ് വേണം. എന്താണ് നമ്മൾ എംപ്ലോയീസിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ എംപ്ലോയി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സിസ്റ്റം, ഡാറ്റ സെക്യൂരിറ്റി, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സൈബർ ത്രെറ്റ്സ്, റെഗുലർ അപ്ഡേറ്റ്സ് വേണം. ബാക്കപ്പ് സിസ്റ്റം ഉണ്ടാണ്, പ്രിവെൻറ്റ് ഡാറ്റ ലോസ് വന്നു കഴിഞ്ഞാലും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. കമ്പാറ്റബിലിറ്റി ചെക്ക്, എൻഷുർ സ്മൂത്ത് ഇൻറ്റഗ്രേഷൻ. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്.